ഗുഡ് മോർണിംഗ് ഓൾ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എക്കോസിസ്റ്റംസിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ നമ്മളതിൽ ഫോറസ്റ്റ് എക്കോസിസ്റ്റം ഡിസ്കസ് ചെയ്തു. ഫോറസ്റ്റ് എക്കോസിസ്റ്റത്തിൽ നമ്മൾ ഡീഫോറസ്റ്റേഷനെ കുറിച്ചെല്ലാം ചർച്ച ചെയ്തപ്പോൾ മൈനിങ് എന്നുള്ള ടേം നമ്മൾ പറയേണ്ടായി. മൈനിങ് മൂലം ഡീഫോറസ്റ്റേഷൻ സംഭവിക്കുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത് ആദ്യം മൈനിങ്ങിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടാണ് പറയുന്നത്. എന്താണ് മൈനിങ്, എന്താണ് അതുകൊണ്ടുള്ള മൈനിങ് കൊണ്ടുള്ള പ്രോബ്ലംസ്, അറ്റ്മോസ്ഫിയർ ഉണ്ടാകുന്ന പ്രോബ്ലംസ് എന്തൊക്കെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് നോക്കുന്നത്. അപ്പോൾ എന്താണ് മൈനിങ് എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കുക. എന്തായിരുന്നു മൈനിങ്? ഖനനം ചെയ്തെടുക്കുക, അല്ലേ? റിക്കവറി ഓഫ് മിനറൽസ് ആൻഡ് മെറ്റീരിയൽസ് ഫ്രം ദ ക്രസ്റ്റ് ഓഫ് എർത്ത് എന്നാണ് പറയുക. എർത്തിൻ്റെ ക്രസ്റ്റിൽ നിന്ന് മിനറൽസും അങ്ങനെയുള്ള മെറ്റീരിയൽസൊക്കെ എടുക്കുന്ന ഒരു പരിപാടിക്കാണ് നമ്മൾ മൈനിങ് എന്ന് പറയുക. ഓക്കെ, നമുക്കറിയാം പെട്രോളിയം പ്രൊഡക്ട്സ് എല്ലാം നമ്മൾ എടുക്കുന്നതായിട്ട് മൈൻസുകൾ, അവിടെ ഉണ്ടാവുന്ന ആക്സിഡൻറ്റ്സ്, അങ്ങനത്തെ കേസുകളൊക്കെ നമ്മൾ പത്രങ്ങളിലൂടെ അറിയാറുണ്ട്. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ മൈൻ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഇമ്പാക്റ്റ് നാച്ചുറൽ ഉണ്ടാവും എന്നുള്ള കാര്യം വ്യക്തമാണ്, അല്ലേ? ഒന്ന് റിസോഴ്സ് നോൺ റിന്യൂവബിൾ ആയിട്ടുള്ള റിസോഴ്സുകൾ തീർന്നു പോകുന്നൊരു കാര്യം. പിന്നെ അതിൻ്റെ കൂടെ വേറെയും കുറേ എഫക്റ്റുകൾ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് അങ്ങനത്തെ കാര്യങ്ങൾ എന്നുള്ളതാണ് നമുക്ക് പ്രധാനമായിട്ട് നോക്കാനുള്ളത്. നമുക്ക് നോക്കാം. എൻവയോൺമെൻറ്റൽ ഇമ്പാക്ട്സ്. ഇപ്പോൾ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ ഈ മൈനിങ് കൊണ്ട് എൻവയോൺമെൻറ്റിന് പ്രശ്നങ്ങൾ ഉണ്ടാവാം, അല്ലെങ്കിൽ ഹ്യൂമൻസിന് പ്രശ്നങ്ങളുണ്ടാവാം, സോഷ്യൽ പ്രോബ്ലംസ് ഉണ്ടാവാം. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ആദ്യം നമുക്ക് എൻവയോൺമെൻറ്റൽ ഇമ്പാക്റ്റ് എന്തൊക്കെയാണ് നോക്കാം. ഒന്നാമത് പറയുന്നത് ഡീഗ്രഡേഷൻ ഓഫ് സോയിലാണ്. സോയിലിൻ്റെ ഫെർട്ടിലിറ്റിയൊക്കെ നശിച്ചു പോവുക, അതിനാണ് അങ്ങനെ പറയുക. നമ്മൾ ഒരു സ്ഥലത്ത് മൈൻ ചെയ്യണമെങ്കിൽ അവിടുത്തെ ടോപ്പ് സോയിലെല്ലാം നമ്മൾ റിമൂവ് ചെയ്യും, അല്ല അത് പിന്നീട് ഒരു പ്ലാന്റ് ഗ്രോത്തിനോ കാര്യങ്ങൾക്കോ ഉപയോഗിക്കാൻ പറ്റില്ല. അങ്ങനെ സോയിൽ ഡീഗ്രഡേഷൻ സംഭവിക്കും. പിന്നെ പൊല്യൂഷൻ ഓഫ് വാട്ടർ റിസോഴ്സ് മാത്രമല്ല, വാട്ടറും എയറും എല്ലാം എന്ത് ചെയ്യുന്നു, പൊല്യൂട്ടഡ് ആവാനുള്ള കാര്യങ്ങൾ മൈനിങ് വഴി ചെയ്യുന്നുണ്ട്. നമ്മൾ മൈൻ താഴേക്ക് കുഴിച്ചെടുക്കുകയാണ് ചെയ്യുക, അല്ലേ? അപ്പോൾ നമ്മൾ വാട്ടർ ടേബിളൊക്കെ കടന്നു പോകും അതിൻ്റെ ഇടയിലൂടെ. അപ്പോൾ ഇതെല്ലാം എന്ത് ചെയ്യുന്നു, വാട്ടർ പൊല്യൂഷന് കാരണമാവും. അപ്പോൾ അത് എർത്തിൻ്റെ സർഫസിലുള്ള വാട്ടർ റിസോഴ്സും അതേപോലെ ഗ്രൗണ്ട് വാട്ടറും എല്ലാം പൊല്യൂട്ടഡ് ആവാനുള്ള കാരണമാണ്. പിന്നെ സോൾട്ട് ലോഡിങ് പറയുന്നുണ്ട്. ഡിസ്ചാർജ് ഓഫ് സോൾട്ട് ആൻഡ് മിനറൽസ് ഇൻ ദ റിവർ. ഇതിങ്ങനെ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുമ്പോൾ ഉണ്ടാവുന്ന ബൈ പ്രൊഡക്ട്സ് ആയിട്ടുള്ള സോൾട്ട് പോലുള്ള കാര്യങ്ങൾ റിവറിലേക്കൊക്കെ മിക്സ് ആവുന്നത് മൂലം ഉണ്ടാവുന്നതാണ്. ഹൈഡ്രോളജിക്കൽ സൈക്കിളിലേക്ക് അത് കാര്യമായി ബാധിക്കുന്നു. പിന്നെ ഗ്രോത്ത് ഓഫ് വെജിറ്റേഷനെ അഫക്റ്റ് ചെയ്യുന്നു, ചെടികൾ വളരുന്നതിനെ. പിന്നെ എയർ പൊല്യൂഷൻ, മുന്നേ പറഞ്ഞു, ഇന്ന് ഗ്യാസ്, പുകയും പൊടിയെല്ലാം പുറത്ത് വിടുന്നുണ്ട് മൈനിങ് ചെയ്യുമ്പോൾ. അപ്പോൾ അത് ഭയങ്കരമായിട്ടുള്ള എയർ പൊല്യൂഷൻ ഉണ്ടാക്കും. പിന്നെ ഡീഫോറസ്റ്റേഷൻ, നമ്മൾ ഓൾറെഡി പറഞ്ഞ ഡീഫോറസ്റ്റേഷൻ, ഫ്ലോറയും ഫോണയും എല്ലാം നശിച്ചു പോകാൻ, ജീവികളും സസ്യജാലങ്ങളൊക്കെ നശിച്ചു പോകാൻ കാരണമാവുന്നു, ഈ മൈനിങ് കാരണമാവുന്നു. പിന്നെ ഹിസ്റ്റോറിക്കൽ മോണമെന്റ്സിനൊക്കെ പ്രശ്നങ്ങൾ വരുന്നു. അതായത് ഈ പൊല്യൂഷൻ, എയർ പൊല്യൂഷനൊക്കെ സംഭവിക്കുമ്പോൾ നമ്മൾ കേട്ടിട്ടുണ്ടാവും, താജ്മഹലിൻ്റെയൊക്കെ വെള്ള കല്ലുകൾക്ക് ഡാർക്ക് ഷെയ്ഡ് വന്നു എയർ പൊല്യൂഷൻ കാരണം എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കും. അടുത്ത സോഷ്യൽ ഇമ്പാക്ട്സ് ആണ് നമ്മൾ നോക്കുന്നത്. സോഷ്യൽ ഇമ്പാക്ട് എന്ന് പറഞ്ഞാൽ സമൂഹത്തിൽ ഉണ്ടാകുന്ന കാര്യങ്ങൾ. മെയിനായിട്ട് ട്രൈബൽസിനെയൊക്കെയാണ് കാര്യമായിട്ട് എഫക്റ്റ് ചെയ്യുക. ഡീഫോറസ്റ്റേഷൻ സംഭവിക്കുമ്പോൾ അവരുടെ ആവാസ വ്യവസ്ഥയ്ക്കൊക്കെ കാര്യമായിട്ടുള്ള കാര്യമായിട്ട് അഫക്റ്റ് ചെയ്യും. അതേമാതിരി വാട്ടർ സപ്ലൈ, പിന്നെ വേസ്റ്റ്, കാര്യമായിട്ട് ഇതിൽ കുറേ വേസ്റ്റ് ഉണ്ടാവില്ലേ. വാട്ടർ സപ്ലൈന് നമ്മൾ പറഞ്ഞു വാട്ടർ പൊല്യൂട്ടഡ് ആവും, അപ്പോൾ വാട്ടർ സപ്ലൈനെ ഭയങ്കരമായിട്ട് ബാധിക്കും, അല്ലേ? അത് സ്വാഭാവികമായിട്ട് സമൂഹത്തിന് വലിയ പ്രശ്നങ്ങളുണ്ടാവും. പിന്നെ വേസ്റ്റ് ഡിസ്പോസൽ പ്രശ്നമാണ്. ഒരു സ്ഥലത്തിൻ്റെ വേസ്റ്റ് കൂട്ടിയിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ എഫക്റ്റുകൾ പൊതുവെ സമൂഹത്തിലുണ്ടാവും. പിന്നെ ഹ്യൂമൻ ഇമ്പാക്ട്സ് എന്ന് പറഞ്ഞാൽ വളരെ അധികം അസുഖങ്ങൾ ഇതുവഴി പിടിക്കും. ഈ ചെറിയ പൊടി, പുകയൊക്കെ പുറത്തു വിടുന്ന കാരണം കാര്യമായിട്ട് റെസ്പിറേറ്ററി ഡിസീസസ് ആണ് കൂടുതലായിട്ട് ഉണ്ടാവുക. സിലിക്കോസിസ് എന്ന് പറഞ്ഞാൽ സിലിക്കയുടെ കണ്ടന്റ് കൊണ്ടുണ്ടാവുന്നതാണ്. സിലിക്ക ഉള്ളിലേക്ക് ചെല്ലുന്നതുകൊണ്ട്. പിന്നെ ആസ്ബസ്റ്റോസിൻ്റെ പ്രസൻസ് കൊണ്ടുണ്ടാവുന്നു. പിന്നെ ഡയബറ്റീസും ബ്രോങ്കൈറ്റീസ് പോലുള്ള അസുഖങ്ങളൊക്കെ ഇതുവഴി ഉണ്ടാവാൻ കാരണമാവുന്നുണ്ട്. അപ്പോൾ അത്രയാണ് മൈനിങ്ങിനെ കുറിച്ച് നമ്മൾ പറയുന്നത്. നമുക്ക് ഇനി അടുത്ത് വാട്ടർ റിസോഴ്സസുകളെ കുറിച്ചാണ് പറയാനുള്ളത്. നമുക്കറിയാം ഡിഫറെൻറ്റ് വാട്ടർ റിസോഴ്സുകൾ ഉണ്ട് എന്ന് നമുക്കറിയാം, അല്ലേ? കുറേ വാട്ടർ റിസോഴ്സുകൾ ഉണ്ട്. അപ്പോൾ ഏതൊക്കെയാണ് വാട്ടർ റിസോഴ്സുകൾ, എന്തൊക്കെയാണ് നമുക്ക് കിട്ടുന്നുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഒരു ഇൻട്രൊഡക്ഷനായിട്ട് പറയുകയാണെങ്കിൽ, വാട്ടർ ഈസ് ദ സോഴ്സ് ഓഫ് ലൈഫ് ഓൺ എർത്ത്, അല്ലേ? ലൈഫിൻ്റെ ഒരു സോഴ്സ് ആയിട്ട് നമുക്ക് പറയാം, അല്ലെങ്കിൽ ഒരു വലിയ എക്കോസിസ്റ്റം, അല്ലെങ്കിൽ ജീവൻ ഉണ്ടായി വരുന്ന സ്ഥലം, അങ്ങനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഈ വാട്ടർ റിസോഴ്സുകളെ കണക്കാക്കാം.
യൂണിവേഴ്സൽ സോൾവെൻ്റ് എന്നാണ് യൂഷ്വലി വാട്ടറിനെ പറയുക. പിന്നെ ബ്ലൂ ഗോൾഡ് അങ്ങനെയൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, വാട്ടറിനെ വിശേഷിപ്പിക്കാറുണ്ട് അല്ലേ. എർത്തിൻ്റെ 71% എന്താണ് വാട്ടർ കവർ ചെയ്തിട്ടാണ് നിൽക്കുന്നത്. പിന്നെ ഇതിൽ 71% കവർ ചെയ്ത് നിൽക്കുന്നതിൽ 97% എന്താണ്, കടലാണ്. പിന്നെ അതിൽ 3% ഫ്രഷ് വാട്ടർ ആയിട്ടുണ്ടാവുക. ഈ 3% തന്നെ 2.99 സംതിങ് ഐസായിട്ടാണ്, മഞ്ഞുമലകൾ മഞ്ഞായിട്ടാണ് ഉണ്ടാവുക. റിമൈനിങ് ഉള്ള 0.003% ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള വാട്ടറായിട്ട് ഉണ്ടാവുക. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള റിവേഴ്സ്, സ്ട്രീംസ്, ലേക്സ്, അതേമാതിരി ഗ്രൗണ്ട് വാട്ടർ, അങ്ങനെയുള്ള സോയിൽ മോയ്സ്ചർ, ഇങ്ങനെയുള്ള അവൈലബിൾ വാട്ടറായിട്ട് നമുക്ക് ഉണ്ടാവുക ഇത്രയും ചെറിയ ശതമാനമാണ്. മൊത്തം വാട്ടർ റിസോഴ്സിലെ 0.033% മാത്രമാണ് എന്ത് ചെയ്യുന്നത്, നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് എന്നുള്ള കാര്യം ആലോചിക്കുക. അപ്പോൾ തന്നെ നമുക്ക് വാട്ടർ സേവ് ചെയ്യേണ്ട അല്ലെങ്കിൽ വാട്ടർ പൊല്യൂഷൻ ഒഴിവാക്കേണ്ടതിൻ്റെ ഇമ്പോർട്ടൻസ് നമുക്ക് മനസ്സിലാവും ഈ കണക്ക് പ്രകാരം. നമുക്ക് വേരിയസ് വാട്ടർ റിസോഴ്സസ് ഒക്കെ നോക്കാം. വാട്ടർ ലഭിക്കുന്ന ഒന്നാമത് നമ്മൾ പറഞ്ഞു 97% സീ വാട്ടറാണെന്ന് പറഞ്ഞു. അപ്പോൾ സീ വാട്ടർ തന്നെയാണ് ഒന്നാമത്തെ റിസോഴ്സ്. പക്ഷേ നമുക്കത് പോർട്ടബിൾ വാട്ടർ ആയിട്ടില്ല, ഭയങ്കര സോൾട്ടി ആയിട്ടുള്ള സാധനമായതുകൊണ്ട് നമുക്കത് കുടിക്കാൻ പറ്റുന്ന വെള്ളമല്ല. പക്ഷേ ചില സ്ഥലങ്ങളിലൊക്കെ ഭയങ്കരമായ വെള്ളക്ഷാമമുള്ളിടത്തൊക്കെ അത് കുടിക്കാൻ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ അത് വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു പരിപാടിയാണ് ഇത് സീ സോൾട്ടി വാട്ടറിൽ നിന്ന് നമുക്ക് പോർട്ടബിൾ വാട്ടർ എടുക്കുക എന്നുള്ളത്. അതാണ് എക്കണോമിക്കലാണെന്നാണ് പറയുന്നത്. പിന്നെ റിവർ ആൻഡ് സ്ട്രീമാണ്, അതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വാട്ടർ റിസോഴ്സ് ആയിട്ട് നമുക്ക് ഫ്രഷ് വാട്ടർ റിസോഴ്സ് ആയിട്ട് പറയാവുന്നത് റിവർ ആൻഡ് സ്ട്രീംസ് ആണ്. പിന്നെ അതിലെന്ത് കാര്യം എന്താണ്, അതിൻ്റെ സോഴ്സിൻ്റെ അളവ് എന്ന് പറയുന്നത് എന്തായാലും വേരിയബിൾ ആയിരിക്കും, പല കാര്യങ്ങളും ഡിപ്പെൻഡ് ചെയ്യും അല്ലേ. നമ്മുടെ നാട്ടിലെ പുഴകളൊക്കെ എങ്ങനെയാണ്, അത് മഴക്കാലത്ത് വെള്ളം ഉണ്ടാവും, വേനൽക്കാലത്ത് വെള്ളം കുറയുന്നൊരവസ്ഥ ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ ഡിസ്ചാർജ് അല്ലെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന വെള്ളം എന്ന് പറഞ്ഞാൽ വേരിയബിൾ ആണ്. പിന്നെ ലേക്സ് ആൻഡ് പോൺസ്, ഇതും ഇതേപോലെ ഫ്രഷ് വാട്ടറിൻ്റെ സോഴ്സസ് ആണ്. യൂഷ്വലി ത്രൂ ഔട്ട് ദ ഇയർ നമുക്ക് വെള്ളം തരുന്നവയാണ് പോൺസും ലേക്സും എല്ലാം. എങ്കിലും അവയിലും എന്തുണ്ടാവും, അളവിൽ വ്യത്യാസം ഉണ്ടാവും. പിന്നെ റിസർവോയേഴ്സ് എന്ന് പറയുന്നത് നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് വെള്ളം പിടിച്ചു നിർത്താൻ വേണ്ടി ഡാംസ് എല്ലാം നമുക്കതിൻ്റെ ഇതായിട്ട് പറയാം. നമ്മൾ ഭാവിയിലും വെള്ളം ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്, കറണ്ട് ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയിട്ട്, ഇറിഗേഷന് വേണ്ടിയിട്ട്, അങ്ങനെ എല്ലാം വേണ്ടിയിട്ട് നമ്മൾ വെള്ളം കെട്ടി നിർത്താം പുഴയിലെല്ലാം. അതിനാണ് നമുക്ക് റിസർവോയേഴ്സ് എന്ന് പറയാൻ പറ്റുക. പിന്നെ ഗ്രൗണ്ട് വാട്ടർ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളെങ്കിൽ ഈ റിവേഴ്സൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ലാർജസ്റ്റ് റിസർവോയറായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഒന്നാണ് ഗ്രൗണ്ട് വാട്ടർ. അല്ലെ, ഗ്രൗണ്ട് വാട്ടർ എന്ന് പറയുന്നത് ഭൂമിയുടെ ഉള്ളിലുള്ള വെള്ളം അല്ലേ. അതാണ് ഏറ്റവും ഫ്രഷ് ആയിട്ടുള്ളതല്ല, നമുക്ക് അവൈലബിൾ ആയുള്ള ഫ്രഷ് വാട്ടർ. അതും പൊല്യൂട്ടഡ് ആവുന്ന കാര്യം നമ്മളിപ്പോൾ മൈനിങ്ങിൻ്റെ കേസിലൊക്കെ പറഞ്ഞു. അപ്പോൾ ഭൂമിയുടെ അടിയിൽ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന ആ വാട്ടർ റിസോഴ്സാണ് ഗ്രൗണ്ട് വാട്ടർ. പിന്നെ റെയിൻ വാട്ടർ, വാട്ടർ പ്രസിപ്പിറ്റേഷൻ സംഭവിച്ചു വരുന്ന, അതാണ് ഹൈഡ്രോളജിക്കൽ സൈക്കിളിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണത്. ഭൂമിയിൽ നിന്ന് വെള്ളം എവാപറേറ്റ് ചെയ്തിട്ടൊക്കെ മുകളിലേക്ക് പോവുക, അത് കണ്ടൻസ് ചെയ്ത് താഴേക്ക് വരിക, പ്രസിപ്പിറ്റേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഒരു വാട്ടർ സൈക്കിൾ നമ്മൾ പറയാം. അങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നതായിട്ട് നമുക്കറിയാം അല്ലേ. ആ വാട്ടർ സൈക്കിളിലെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണെന്ത്, റെയിൻ അല്ലെങ്കിൽ റെയിൻ വാട്ടർ. പിന്നെ യൂട്ടിലൈസേഷൻ ഓഫ് വാട്ടർ റിസോഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ പല കാര്യങ്ങൾക്ക് യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. ഓവർ യൂട്ടിലൈസേഷൻ ആണ് എന്ത് ഫ്യൂച്ചറിലേക്ക് വാട്ടറിനുള്ള അവൈലബിൾ ആവുന്നതിനുള്ള പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാക്കുന്നത്. UNOൻ്റെ കണക്ക് പ്രകാരം ആവറേജ് ഹ്യൂമൻ ബീയിങ്ങിന് അറ്റ്ലീസ്റ്റ് 50 ലിറ്റർ ഓഫ് വാട്ടർ പെർ ഡേ വേണമെന്നാണ് പറയുന്നത് ഡൊമസ്റ്റിക് ആക്ടിവിറ്റീസിന്, ഇൻഡസ്ട്രിയലിലെ ഡൊമസ്റ്റിക് ആക്ടിവിറ്റീസിന്. പക്ഷേ ഇത് എന്ത് ചെയ്യും, അർബൻ ആൻഡ് റൂറൽ ഏരിയാസിൽ ഇതിനനുസരിച്ച് വ്യത്യാസം ഉണ്ടാവും. അർബൻ ഏരിയയിൽ കൂടുതൽ വെള്ളം ചിലവാക്കുന്ന അവസ്ഥയൊക്കെ ഉണ്ടാവും അല്ലേ. അപ്പോൾ ഇങ്ങനെ വാട്ടറിൻ്റെ കാര്യങ്ങൾ യൂസേജ് മാറി വരുന്നുണ്ട്. അപ്പോൾ നമ്മളിത് ഓവർ യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ മോഡേൺ ലൈഫ് സ്റ്റൈലിലൊക്കെ എന്താണ്, വെള്ളം വല്ലാതെ വേസ്റ്റ് ചെയ്യുന്നൊരു പ്രവണതയാണുള്ളത്. അത് എന്ത് ചെയ്യും, പിന്നീട് ഫ്യൂച്ചറിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും. പിന്നെ റാപ്പിഡ് പേസ് ഓഫ് അർബനൈസേഷൻ ആൻഡ് ഇൻഡസ്ട്രിയലൈസേഷൻ എല്ലാം വാട്ടർ കൺസപ്ഷൻ ഇൻക്രീസ് ചെയ്യുന്ന പറഞ്ഞത്. ഇപ്പോൾ ഇൻഡസ്ട്രീസിലെല്ലാം വാട്ടർ വേണമെന്നുണ്ട്. അപ്പോൾ കൂടുതൽ പ്രൊഡക്ടിവിറ്റിക്ക് വേണ്ടി നമ്മൾ കൂടുതൽ വെള്ളം എടുക്കും. നമ്മൾ മുന്നേ പറഞ്ഞിരുന്നു കോള കമ്പനിയൊക്കെ വെള്ളം ഊറ്റിയെടുക്കുന്ന കാര്യം അല്ലേ. അതൊക്കെ എക്സ്ട്രാ ഓവർ യൂട്ടിലൈസേഷനാണ് സംഭവിക്കുന്നത്. അത് മൊത്തത്തിലുള്ള അറ്റ്മോസ്ഫിയറിനെ ബാധിക്കുന്ന കാര്യം നമുക്കറിയാം. ഇനി വാട്ടറായിട്ട് ബന്ധപ്പെട്ട 1-2 കാര്യങ്ങൾ നമുക്ക് പറയാനുള്ള ഒന്നാമത്തെ ടേം ഫ്ലഡാണ്. എന്താ ഫ്ലഡ് എന്നുള്ളത് നമുക്ക് അടുത്ത കാലത്ത് വരെ അറിയില്ലായിരുന്നു. ഇപ്പോൾ 2-3 കൊല്ലമായിട്ട് നമുക്ക് ബോധ്യപ്പെട്ടുള്ളതാണ് എന്താണ് ഫ്ലഡ്, ഫ്ലഡിൻ്റെ എഫക്റ്റുകൾ നമ്മൾ മനസ്സിലാക്കിയുള്ളതാണ്. എന്തെല്ലാമാണ് ഫ്ലഡ് വരാനുള്ള കാരണങ്ങൾ ഉണ്ടാവുക. നമ്മൾ പോയിൻ്റ് ഇത് പറയുകയാണെങ്കിൽ ഹെവി റെയിൻ അല്ലെ, ഹെവി റെയിൻ വാട്ടർ ഇതിന് കാരണമാവും.
നമ്മളെ നാട്ടിലൊക്കെ ഉണ്ടാകുന്ന പോലെ. പിന്നെ സ്റ്റോം, വലിയ കൊടുങ്കാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അതുണ്ടാവും. പിന്നെ അൺഎക്സ്പെക്റ്റഡ് ലാൻഡ് സ്ലൈഡ്, അല്ലെ, മണ്ണ് ഇടിഞ്ഞിട്ട് ഒന്നിച്ച് എന്താ പറയുക, ഗ്രൗണ്ട് വാട്ടറെല്ലാം പുറത്ത് വരുന്ന അങ്ങനെയും എന്തുണ്ടാവും, ഫ്ലഡ് ഉണ്ടാവും. പിന്നെ ഡാംസും അതേമാതിരി വലിയ റിസർവോയേഴ്സൊക്കെ ബ്രേക്ക് ചെയ്യുന്നത്, അതും വലിയൊരു ഫ്ലഡിന് കാരണമാവും. ഇപ്പം മുല്ലപ്പെരിയാറിൻ്റെ കാര്യമൊക്കെ നമുക്ക് ഓർമ്മ ഉണ്ടാവും. ഇപ്പോൾ നമ്മളവിടെ പൊട്ടിപ്പോകുന്നു, നമ്മൾ പേടിച്ചിരിക്കുന്ന ഒന്നായിരുന്നു. അപ്പോൾ അതൊക്കെ നമ്മൾ ആലോചിക്കുന്ന ആ സമയത്തൊക്കെ ഫ്ലഡ് ഉണ്ടാവുന്നതിനെ കുറിച്ചൊക്കെ നമ്മൾ ചർച്ച ചെയ്തിരുന്നു. പിന്നെ ഒരു ടേം പറയാനുള്ളത് ഫ്ലഡ് പ്ലെയിൻ എന്നുള്ളതാണ്. അതായത് ഈ റിവർ ചിലപ്പോൾ ഓവർഫ്ലോ ചെയ്യും, അല്ലേ, മഴക്കാലത്തൊക്കെ ഓവർഫ്ലോ ചെയ്തിട്ട് അവിടെ ഫ്ലഡ് ഉണ്ടാവും റിവറിൻ്റെ അടുത്ത പ്രദേശത്തൊക്കെ. അതെന്ത് ചെയ്യും, അങ്ങനെ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, സംഭവിക്കും, അവിടെ ഇതിലുള്ള മിനറൽസ് കാര്യങ്ങൾ സോയിലെല്ലാം ഡെപ്പോസിറ്റ് ചെയ്യും. അപ്പോൾ അത് നല്ല ഫെർട്ടിലിറ്റി ഉള്ള സോയിലായി മാറും ഫ്ലഡ് കഴിഞ്ഞ് കഴിയുമ്പോൾ. പക്ഷേ ആ സമയത്ത്, ഫ്ലഡിൻ്റെ സമയത്ത് എന്ത് ചെയ്യും, അവിടുത്തെ കൃഷികളും കാര്യങ്ങളൊക്കെ നശിച്ചു പോകും. എങ്കിലും റിവർ ഡെപ്പോസിറ്റ് ചെയ്യുന്നത് നല്ല ഫെർട്ടിലായിട്ടുള്ള സോയിലാണ്. ആ സ്ഥലത്തിനാണ് നമുക്ക് ഫ്ലഡ് പ്ലെയിൻ എന്ന് പറയാൻ പറ്റുക. ആ ടേം ഒന്ന് ഓർക്കുക. പിന്നെ ഇമ്പാക്റ്റ് ഓഫ് ഫ്ലഡ്, അത് നമ്മൾ ഈ പറഞ്ഞ പോലെ ഇപ്പം അനുഭവിച്ച് നമ്മൾ മനസ്സിലാക്കിയതാണ് എന്താ ഇമ്പാക്റ്റ് ഓഫ് അതെന്നുള്ളത്. ഫിസിക്കൽ ഡാമേജ് തന്നെയാണ് മെയിനായിട്ടുള്ളത്. നമ്മൾ ബിൽഡിങ്സും ബ്രിഡ്ജസും റോഡ് വേസ് ഒക്കെ നശിച്ചു പോകും, അല്ലേ, പൊട്ടിപ്പോകാനുള്ള സാഹചര്യം ഉണ്ടാവും. പിന്നെ വാട്ടർ സപ്ലൈസ് എല്ലാം ഡിസ്ട്രോയ് ചെയ്യും. പിന്നെ ക്രോപ്പ്, ചെടികൾ, വിളകളും, അതായത് കൃഷിയൊക്കെ നശിച്ചു പോകും, വലിയ രീതിയിൽ നശിച്ചു പോകും. പിന്നെ ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ് എല്ലാം കേടുപാട് സംഭവിക്കും. പിന്നെ എക്കണോമിക്കലി എല്ലാവർക്കും വലിയ ബുദ്ധിമുട്ടുണ്ടാവും. നമ്മൾ കേരളത്തിലൊക്കെ നമുക്ക് കാണുന്നതാണ്, ഇത് ടൂറിസത്തിനെ ബാധിക്കും, അല്ലേ. ഷോർട്ടേജ് ഓഫ് ലാൻഡ് പ്രൈസിലുള്ള ഡിക്രീസ് ഉണ്ടാവും. സോയിൽ ഇറോഷൻ, ലാൻഡ് സ്ലൈഡ് എല്ലാം സംഭവിക്കും. പിന്നെ ചെടികളും ജീവികൾ ജാലങ്ങളും എല്ലാം നശിച്ചു പോകാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവും എന്നുള്ള കാര്യം നമുക്കറിയാവുന്നതാണ്. അടുത്തൊരു ടേം ഡ്രോട്ടാണ്. ഡ്രോട്ട് നമുക്കറിയാം, ഫ്ലഡിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ പറയാം വരൾച്ച, അല്ലേ, അതാണ് ഡ്രോട്ട്. അപ്പോൾ എന്താണ്, ഒരു സമയത്ത് തീരെ വെള്ളം നമുക്ക് കിട്ടാത്തൊരവസ്ഥ വരിക, അതിന് നമ്മൾ ഡ്രോട്ട് എന്ന് പറയുക. എന്താണ് ഡ്രോട്ടിൻ്റെ കാരണങ്ങളായിട്ട് പറയാം? മെയിനായിട്ടെന്ന് പറയുന്നത് ഡീഫോറസ്റ്റേഷൻ തന്നെയാണ്. ഡീഫോറസ്റ്റേഷൻ സംഭവിക്കുമ്പോൾ റെയിൻഫാളിൻ്റെ അളവ് കുറയും, അങ്ങനെ വെള്ളത്തിൻ്റെ അവൈലബിലിറ്റി കുറയുന്ന കാര്യം നമുക്കറിയാം. പിന്നെ ഗ്ലോബൽ വാർമിങ്ങും നമുക്കൊരു ഡീഫോറസ്റ്റേഷൻ വഴി ഉണ്ടാകുന്നതെന്നൊക്കെ നമുക്ക് പറയാവുന്നതാണ്. സോയിൽ ഇറോഷൻ, അതും ഡ്രോട്ടിന് കാരണമാണ്. പിന്നെ എൽനിനോ പോലുള്ള സൈക്ലോൺസ്, അതേമാതിരി ചുഴലിക്കാറ്റ് പോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മുടെ കാലാവസ്ഥയിൽ തന്നെ വ്യതിയാനം സംഭവിക്കും, അതും ഡ്രോട്ടിന് കാരണമാകും. പിന്നെ ഹ്യൂമൻ ആക്ടിവിറ്റീസ് ലൈക്ക് എക്സസീവ് ഇറിഗേഷൻ, ഓവർ ഫാമിങ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, നമ്മൾ കൂടുതലായിട്ട് വെള്ളം ഉപയോഗിച്ച് കൃഷി ചെയ്യുക, നമുക്ക് കൂടുതൽ വിളവ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ആവശ്യത്തിൽ കൂടുതൽ വെള്ളം ഉപയോഗിക്കുക, അങ്ങനെ ചെയ്യുന്നതും ഡ്രോട്ട് പിന്നീട് വെള്ളം കിട്ടാത്ത അവസ്ഥയിലേക്ക് എത്തും. പിന്നെ പുവർ ഹോൾഡിംഗ് കപ്പാസിറ്റി ഓഫ് സോയിലിൻ്റെ വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റി ഇല്ലാതിരിക്കുക. അപ്പോൾ എന്താ, ഈ വെള്ളമൊക്കെ ഒലിച്ചു പോകും, അല്ലേ, അത് കടലിലേക്കൊക്കെ എത്തും, അങ്ങനെ നമ്മുടെ ഗ്രൗണ്ട് വാട്ടർ ടേബിളിൻ്റെ അളവ് കുറയും, അതും ഡ്രോട്ടിന് കാരണമാവും. ഇമ്പാക്റ്റ് ഓഫ് ഡ്രോട്ട് പറഞ്ഞാൽ അത് നമുക്കൊന്ന് ആലോചിക്കാം. നമ്മൾ പറയുന്നതിന് മുന്നേ കുറച്ച് കാര്യങ്ങൾ മാത്രമേ പറഞ്ഞുള്ളൂ. ഡ്രോട്ടിൻ്റെ ഇമ്പാക്റ്റ് നമുക്കറിയാം. എന്താണ് ഡ്രോട്ടിൻ്റെ? വാട്ടർ അവൈലബിലിറ്റി ഇല്ലാതിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ മെയിനായിട്ട് നമ്മൾ കൃഷിയെ തന്നെ ബാധിക്കും. കൃഷി എന്ന് വെച്ചാൽ നമ്മളെ ഫുഡ് അവൈലബിലിറ്റീനെ ബാധിക്കും, അല്ലേ. അപ്പോൾ അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ സംഭവിക്കും. വാട്ടർ ക്വാളിറ്റി റെഡ്യൂസ് ചെയ്യും, അതായത് വാട്ടർ ടേബിൾ താഴുന്നുമുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും, ഈ ഇമ്പാക്റ്റ് ഓഫ് ഡ്രോട്ടായിട്ട് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് കോൺസിക്വൻസ് എന്നുള്ളതൊന്ന് പോയിന്റ് ഔട്ട് ചെയ്യാം. ഇപ്പോൾ പറഞ്ഞ ഒന്ന് ഡെസർട്ടിഫിക്കേഷനാണ്, അതായത് മരുഭൂമി പോലെ ആവുക, അല്ലേ, ചെടികൾ വളരാതിരിക്കുക, അല്ലേ, അതിൻ്റെ പച്ചപ്പ് നഷ്ടപ്പെടുക, പിന്നെ എന്ത് ചെയ്യുക, മൃഗങ്ങൾക്ക് ജീവിക്കാൻ പറ്റാതെ വരിക, അങ്ങനെയുള്ള സംഭവങ്ങൾ സംഭവിച്ച് ഡെസർട്ടിഫിക്കേഷൻ സംഭവിക്കാം. പിന്നെ ഫാമിൻ എന്ന് പറഞ്ഞാൽ എന്താ, ഭക്ഷ്യക്ഷാമം, അല്ലെ, ഫുഡ് അവൈലബിലിറ്റി ഇല്ലാതിരിക്കുക. ഡ്രോട്ട് വരുമ്പോൾ നമുക്ക് ഫാമിംഗ് ഒന്നും നടക്കാതെ വരും, അങ്ങനെ ഭക്ഷ്യക്ഷാമം ഉണ്ടാവാൻ കാരണമാവും. ഡസ്റ്റ് സ്റ്റോം, ഈ ഡെസർട്ടിഫിക്കേഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ നിറയെ വെള്ളമില്ലാത്ത പൊടിയായിരിക്കും മണ്ണല്ല, അപ്പോൾ ഡസ്റ്റ് സ്റ്റോമിനെല്ലാം കാരണമാവും. പിന്നെ ഷോർട്ടേജ് ഓഫ് വാട്ടർ ഫോർ ഇൻഡസ്ട്രിയൽ യൂസസിനൊന്നും വാട്ടർ ഇല്ലാതെ വരുമ്പോൾ ഇൻഡസ്ട്രീസ് എല്ലാം ഡിമ്മാവും, പ്രൊഡക്ടിവിറ്റി കുറയും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. പിന്നെ വൈൽഡ് ഫയർ, അതായത് ഫോറസ്റ്റ് ഫയർ എല്ലാം ഉണ്ടാവും. പിന്നെ അത് പറഞ്ഞ മാതിരി വാർ ഒക്കർ ഫോർ നാച്ചുറൽ റിസോഴ്സസ് ഇൻക്ലൂഡിങ് വാട്ടർ ആൻഡ് ഫുഡ്. വാട്ടറിനും ഫുഡിനൊക്കെ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, കോൺഫ്ലിക്ട്സ് ഉണ്ടാവും. രാജ്യങ്ങൾ തമ്മിലോ അല്ലെങ്കിൽ സംസ്ഥാനങ്ങൾ തമ്മിലൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവും, യുദ്ധങ്ങളൊക്കെ ഉണ്ടാവുന്ന പല ചരിത്രം നമുക്ക് അറിയാവുന്നതാണ്. വെള്ളത്തിനൊക്കെ വേണ്ടിയിട്ടുണ്ടായ യുദ്ധങ്ങൾ പല രീതിയിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യമായതുകൊണ്ട് വെള്ളം.
നമ്മൾ ജസ്റ്റ് ഡാമിനെ കുറിച്ചാണ് മനസ്സിലാക്കുന്നത്. ഇനി ഡാം നമ്മൾ പറഞ്ഞു, ഒരു റിസർവോയേഴ്സ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉണ്ടാക്കുന്നതാണ് ഡാം. വാട്ടർ റിസോഴ്സ് നമുക്ക് പല യൂസസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഡാം ഉപയോഗിക്കുന്നു. ഇറ്റ്സ് എ വാൾ കൺസ്ട്രക്റ്റഡ് അക്രോസ് എ റിവർ ടു ബ്ലോക്ക് വാട്ടർ ആൻഡ് റൈസ് ദ വാട്ടർ ലെവൽ എന്നാണ് പറയുക. ഇങ്ങനെ വാട്ടർ റൈസ് ചെയ്യാൻ എന്താ, ഇത് കനാൽസിലേക്ക് ഡൈവേർട്ട് ചെയ്യും. അങ്ങനെ നമുക്ക് ഇറിഗേഷൻ പർപ്പസിനൊക്കെ ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മളെ ഫുഡ് പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ഫാമിങ് കാര്യങ്ങളൊക്കെ നമുക്ക് ബെറ്റർ ആക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ ഇത് ഡാമിൻ്റെ ഫെയിലിയർ ഒക്കെ സംഭവിച്ചാൽ എന്തുണ്ടാവും, അത് വലിയ തോതിലുള്ള എന്താ പറയും പ്രശ്നങ്ങൾ നമുക്ക് ഉണ്ടാക്കും അല്ലേ. ഫ്ലഡിങ്, പിന്നെ വലിയൊരു ഏരിയ മൊത്തം നശിച്ചു പോകാനുള്ള കാരണങ്ങളൊക്കെ ഉണ്ടാവും. അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ ഓർക്കണം. അപ്പോൾ നമുക്ക് ആദ്യം ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ നമ്മൾ പറഞ്ഞ ഒരു ഇറിഗേഷൻ തന്നെയാണ്. ഫാമിങ്ങിന് വേണ്ടിയുള്ള ഇറിഗേഷൻ ഫെസിലിറ്റി ഇൻക്രീസ് ചെയ്യാം. സിറ്റീസിലേക്കെല്ലാം വാട്ടർ സപ്ലൈ നമുക്ക് എന്ത് ചെയ്യാം, കൊടുക്കാൻ പറ്റും, എല്ലാ കാലത്തും വെള്ളം കൊടുക്കുന്ന രീതിക്ക്. പിന്നെ കനാൽസ് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യും, വെള്ളമില്ലാത്ത സ്ഥലത്തേക്ക് നമുക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും. ഫ്ലഡ് കൺട്രോൾ ചെയ്യാൻ പറ്റും. രീതിയിൽ വെള്ളം നിറഞ്ഞു നിൽക്കാതെ നമുക്ക് എന്ത് ചെയ്യും, കനാൽസ് വഴിയൊക്കെ ഡൈവേർട്ട് ചെയ്ത് ഫ്ലഡ് കൺട്രോൾ ചെയ്യാൻ പറ്റും. പിന്നെ ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ്സ് എല്ലാം വഴി ഇലക്ട്രിസിറ്റി ഉണ്ടാക്കാൻ പറ്റും. പിന്നെ റിസർവോഴ്സ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും, നമുക്കവിടെ ടൂറിസം ഡെവലപ്പ് ചെയ്യാം, അതൊരു ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി ചെയ്യാം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഡാംസ് ഉള്ളത് കൊണ്ട് ബെനിഫിറ്റ്സ് ആയിട്ട് നമുക്ക് മനസ്സിലാക്കാം. ഈ ഡാമിൻ്റെ കൺസ്ട്രക്ഷൻ കൊണ്ടുള്ള എൻവയോൺമെൻറ്റൽ പ്രോബ്ലംസ് എന്തൊക്കെയാണെന്ന് നോക്കാം. നമുക്കറിയാം, വെള്ളം കെട്ടി നിർത്തുമ്പോൾ അതൊരു വെള്ളം കെട്ടി നിൽക്കാത്തൊരു സ്ഥലമാണ്. അവിടെ നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു ആർട്ടിഫിഷ്യലായിട്ടൊരു കൺസ്ട്രക്ഷൻ ഉണ്ടാക്കിയിട്ട് അവിടെ വെള്ളം കെട്ടി നിർത്തുകയാണ്. അപ്പോൾ എന്ത് സംഭവിക്കും, സോഷ്യൽ പ്രോബ്ലംസ് അവിടെ ഉണ്ടാവും. എന്താണ്, അവിടെ ജീവിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവരെ മാറ്റി പാർപ്പിക്കേണ്ടി വരും. പിന്നെ ജീവികളുണ്ടെങ്കിൽ അവയെ അത് ബാധിക്കും അല്ലേ. അപ്പോൾ ഇങ്ങനെ ആളുകൾ മാറ്റി ഇതാക്കുകയാണെങ്കിൽ അവരുടെ റീസെറ്റിൽമെൻറ്റ് ആൻഡ് റീഹാബിലിറ്റേഷൻ എല്ലാം വലിയൊരു പ്രശ്നമാണ്. വേറെ സ്ഥലം കണ്ടെത്തണം, അവർക്ക് അവിടെയുള്ള താമസ സൗകര്യം വേണം, അവർക്ക് കോമ്പൻസേഷൻ കൊടുക്കുന്ന കാര്യങ്ങൾ, ഹൗസ് ഉണ്ടാക്കുന്ന കാര്യങ്ങൾ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വലിയ പ്രശ്നമാണ്. പിന്നെ അതേമാതിരി കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റീസ് ചെയ്യുമ്പോൾ സോയിൽ ലൂസ് ആവാനുള്ള സാധ്യത ഉണ്ട്. അങ്ങനെ ലാൻഡ് സ്ലൈഡിനൊക്കെ എർത്ത് ക്വേക്കിനൊക്കെ ഉള്ള സാധ്യതകൾ കൂടുതലാണ് ഇങ്ങനെ ഡാം കൺസ്ട്രക്ട് ചെയ്യുന്നതുകൊണ്ട്. പിന്നെ എന്ത് ചെയ്യുന്ന, ഒരു ഡാം ഉണ്ടാക്കുമ്പോൾ അവർക്ക് എന്ത് ചെയ്യും, റോഡ് കാര്യങ്ങൾ ഫെസിലിറ്റീസ് എല്ലാം കൊടുക്കണം. അപ്പോൾ അത് കൂടുതലായിട്ട് ഫോറസ്റ്റിനെയും അതേപോലെയുള്ള നമ്മളെ കാട് മരങ്ങളൊക്കെ വെട്ടി നശിപ്പിക്കാനും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ കാരണമാവും. അതേപോലെ ജീവജാലങ്ങളും, ഇപ്പോൾ നമ്മൾ ഫോറസ്റ്റ് ഏരിയയിലാണ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ വലിയ രീതിയിൽ വാട്ടർ റൈസ് ഉണ്ടാവും അല്ലേ. അപ്പോൾ അതിൽ ധാരാളം ഇനത്തിൽപ്പെട്ട ചെടികൾ നശിച്ചു പോകാൻ സാധ്യതയുണ്ട്. അതേപോലെ ആ എക്കോസിസ്റ്റത്തിലുള്ള ജീവികൾ നശിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. ഇതെല്ലാം ഒരു എഫക്റ്റാണ് ഡാമിൻ്റെ. ഇതും അങ്ങനെ എഫക്റ്റ് ആഫ്റ്റർ കൺസ്ട്രക്ഷൻ ഓഫ് ഡാം, നമുക്ക് ഈ കാര്യം തന്നെയാണ് പറയാനുള്ളത്. ഇതേപോലെ അക്യുമുലേഷൻ ഉണ്ടാവും, വാട്ടർ റേസിങ് ഉണ്ടാവും. പിന്നെ ചില ഡാമുകൾക്ക് എന്താണ്, വാട്ടർ ലോസ് ഉണ്ടാവും. അതായത് ഇവാപ്പറേറ്റ് ചെയ്ത് വലിയ ഏരിയയിലല്ലേ വാട്ടർ കെട്ടി നിൽക്കുന്നുണ്ടാവും. അപ്പോൾ ടെമ്പറേച്ചർ കൂടിയ ഏരിയകളൊക്കെ ആണെങ്കിൽ ഇവാപ്പറേഷൻ കൂടുതലുണ്ടാവും. അങ്ങനെ നമുക്ക് വേണ്ട രീതിക്കുള്ള വാട്ടർ കിട്ടാതെ വരും. പിന്നെ നമ്മുടെ ഡാം ഉണ്ടാക്കിയ പർപ്പസ് അവിടെ നടക്കാതെ വരും. പിന്നെ സാധനങ്ങളൊക്കെ വന്നടിയും. ഈ ഉണ്ടാക്കി കഴിയുമ്പോൾ ചിലപ്പോൾ പുഴകൾ വഴിയും അല്ലെങ്കിൽ ബാക്കി വെള്ളമൊക്കെ വരുമ്പോഴൊക്കെ കുറേ സാധനങ്ങൾ വന്ന് അതിലടിഞ്ഞു കൂടും. ഈ നമ്മളെ റിസർവോയേഴ്സിൽ അടിഞ്ഞു കൂടിയിട്ട് പിന്നീട് എന്ത് ചെയ്യും, ആ ഡാം യൂസ്ലെസ് ആവാനുള്ളൊരു സാധ്യത ഉണ്ട്. പിന്നെ റിവറിലുള്ള അക്വാട്ടിക് ലൈഫിനെല്ലാം എന്ത് ചെയ്യും, അത് ഡിസ്റ്റർബൻസ് ഉണ്ടാക്കും. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഡാമിൻ്റെ കൺസ്ട്രക്ഷന് ശേഷമുള്ള പ്രശ്നങ്ങളായിട്ട് പറയാൻ പറ്റും. പിന്നെ നമ്മൾ പ്രധാനമായിട്ട് ഡാംസ് ആൻഡ് ദെയർ എഫക്റ്റ് ഓൺ ഫോറസ്റ്റ് നമ്മൾ സെപ്പറേറ്റ് ടോപ്പിക്കായിട്ട് പറയാൻ കാരണം ഇങ്ങനെ ചോദ്യങ്ങൾ വരാറുണ്ട് എക്സാമിനുള്ളതുകൊണ്ടാണ്. നമ്മൾ ചർച്ച ചെയ്ത കാര്യങ്ങൾ തന്നെയാണ്. എന്താണ്, വാട്ടർ റേസ് ചെയ്യുന്നതാണ് മെയിൻ പ്രശ്നം. നമ്മൾ ഫോറസ്റ്റിലൊക്കെയാണ് കാര്യമായിട്ട് ഡാമുകൾ ഉണ്ടാക്കുക. ഫോറസ്റ്റ് ഏരിയയൊക്കെ ആയിരിക്കും ഹ്യൂമൻസിൻ്റെ ഇതൊക്കെ നോക്കിയിട്ട്. അപ്പോൾ എന്താണ്, ഇത് വലിയൊരു ഏരിയയിൽ വാട്ടർ റേസ് ചെയ്യുമ്പോൾ അത്രയും സ്ഥലത്തുള്ള ഫോറസ്റ്റിൻ്റെ ഡിസ്ട്രക്ഷനൊക്കെ ഇത് കാരണമാകും അല്ലേ. പിന്നെ എൻവയോൺമെൻറ്റൽ ചേഞ്ചസ് സംഭവിക്കും. അതേമാതിരി അവിടെയുള്ള സോയിൽ ലൂസായി കഴിഞ്ഞാൽ ഫോറസ്റ്റ് ഏരിയകളിൽ ലാൻഡ് സ്ലൈഡ് ഉണ്ടാകും. അതും എന്ത് ചെയ്യും, വലിയ രീതിയിൽ നശിച്ചു പോകാനുള്ള കാരണമാകും. പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഫ്ലോറയും ഫോണെല്ലാം നശിച്ചു പോകും. ഇതിനൊക്കെയുള്ള സാധ്യതകൾ ഫോറസ്റ്റ് ഏരിയയിൽ ഡാം ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് സാധ്യതയുണ്ട്.
കുറച്ച് പോയിന്റ്സ് നമ്മൾ പോയിന്റ് ഔട്ട് ചെയ്തെന്നുള്ളൂ. നമുക്ക് ആലോചിച്ചാൽ തന്നെ ഓർക്കാൻ കഴിയുന്ന പോയിന്റുകൾ നമ്മളിതിൻ്റെ കൂട്ടത്തിൽ നോട്ട് ചെയ്ത് പോവുക. പിന്നെ ഒരു കേസ് സ്റ്റഡി പറയുന്നത് ഡാം ഉണ്ടാക്കുന്നതുകൊണ്ടുള്ള പ്രശ്നങ്ങളുടെ ഭാഗമായിട്ടുള്ള ഒരു കേസ് സ്റ്റഡി തേരി ഡാം, UP-യിലുള്ള തേരി ഡാമാണ് പറയുന്നത്. ഡാം ഉണ്ടാക്കിയതിന് ശേഷം ആ ഏരിയയിൽ, അത് എർത്ത് ഉണ്ടാകുന്ന ഏരിയ ആയിരുന്നില്ല, പക്ഷേ 1991 അവിടെ എർത്ത് സംഭവിച്ചു. അപ്പോൾ സ്റ്റഡീസ് പറയുന്നത് എന്താണ്, ഈ ഡാമിൻ്റെ കൺസ്ട്രക്ഷൻ കൊണ്ടാണ്, അവിടുത്തെ മാറ്റങ്ങൾ കൊണ്ടാണ് എർത്ത് സംഭവിച്ചതെന്നാണ് പറയുന്നത്. അങ്ങനെയുള്ള സാധ്യതകളും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ പറഞ്ഞു വാർ, കോൺഫ്ലിക്ട്സ് എല്ലാം ഉണ്ടാവും ഇതിൻ്റെ പേരിൽ എന്നുള്ളതാണ്. നമുക്ക് കുറേ എക്സാമ്പിൾസ് നമുക്കറിയാം. 1-2 ഇവിടെ പോയിന്റ് ഔട്ട് ചെയ്തിരിക്കുകയാണ്. ഇങ്ങനെ വാട്ടറിൻ്റെ പ്രശ്നം കൊണ്ടുണ്ടാകുന്ന കോൺഫ്ലിക്ട്സ്. ഒന്ന് പറയുന്നതാണ് ഗംഗ റിവറിൻ്റെ ഉണ്ടാക്കുന്ന ഫർക്കാഡ് ബാരേജുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിൽ പ്രോബ്ലം ഉണ്ട്. അതുണ്ടാക്കുന്നതിനായിട്ട് ചൊല്ലിയുള്ള പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. പിന്നെ കർണാടകയിൽ കുറേ പേര് മരിച്ചുവൊക്കെ ചെയ്ത 50 പീപ്പിൾസ് വർ കിൽഡ്. എന്തിൻ്റെ ബേസ് ചെയ്തിട്ടാണ്? അതൊരു കോർട്ടിൻ്റെ ഒരു ഡിസിഷൻ വന്നതിൻ്റെ ബേസ് ചെയ്തിട്ടാണ് അഡീഷണൽ വാട്ടർ ഫ്രം കാവേരി ടു തമിഴ്നാട്, അതായത് കാവേരി റിവറിൽ നിന്ന് അഡീഷണൽ വാട്ടർ തമിഴ്നാടിന് കൊടുക്കണം എന്നുള്ളതിനെ ബന്ധപ്പെട്ട് ഉണ്ടായ പ്രശ്നങ്ങളിൽ വഴി ആളുകൾ മരിച്ചു പോകുക വരെ ചെയ്തിട്ടുണ്ട്. കൂടുതൽ വെള്ളം കൊടുത്തു കഴിഞ്ഞാൽ ഇവിടുത്തെ യൂസേജിന് ഉണ്ടാവില്ല എന്നുള്ള രീതിയിലൊക്കെയാണ് ആ കാര്യങ്ങൾ നടക്കുന്നത്. കർണാടകയും തമിഴ്നാടും തമ്മിൽ നടന്ന ഒരു കോൺഫ്ലിക്റ്റാണ്. അതുവരെ കർണാടകയും ആന്ധ്രാപ്രദേശും തമ്മിൽ കോൺഫ്ലിക്റ്റ് ഉണ്ടായിട്ടുണ്ട് അൽമാട്ടി ഡാമിനെ ബേസ് ചെയ്തിട്ട്. അതിലെ വാട്ടർ സ്റ്റോറേജിനെ ബേസ് ചെയ്തിട്ട് അവർ തമ്മിൽ കോൺഫ്ലിക്റ്റ് നടക്കുന്നുണ്ട്. പിന്നെ മഹാരാഷ്ട്ര ആന്ധ്രാപ്രദേശും ഗോദാവരി റിവറിൽ കൺസ്ട്രക്ട് ചെയ്യുന്ന ഡാമിനെ ചൊല്ലി 2 സംസ്ഥാനങ്ങൾ തമ്മിൽ പ്രശ്നമുണ്ട്, മഹാരാഷ്ട്രയും ആന്ധ്രാപ്രദേശും. അതിൽ മുല്ലപ്പെരിയാറിനെ കുറിച്ച് നമുക്കറിയാം. കേരളം തമിഴ്നാട് തമ്മിൽ നടക്കുന്ന പ്രശ്നമാണ് മുല്ലപ്പെരിയാർ ഡാമിൽ. അതിൻ്റെ വാട്ടർ ലെവൽ, നമ്മൾ കേരളം പറയുന്നു വാട്ടർ ലെവൽ അധികം റേസ് ചെയ്യാൻ പറ്റില്ല, നമുക്ക് റിസ്ക്കാണ്. തമിഴ്നാട് പറയുന്നു വാട്ടർ ലെവൽ റേസ് ചെയ്താലേ വേനൽക്കാലത്ത് അവർക്ക് വേണ്ട രീതിക്കുള്ള വെള്ളം കിട്ടുള്ളൂ എന്ന് പറയുന്നു, അല്ലേ? ആ കോൺഫ്ലിക്റ്റ് അതും ഇപ്പോഴും നടക്കുന്ന ഒരു പ്രശ്നമാണ്. ഇങ്ങനെ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഇതിനെ ബേസ് ചെയ്തുകൊണ്ട്, വാട്ടറിനെ ബേസ് ചെയ്തുകൊണ്ട് നടക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാം ഒന്ന് ഓർത്ത് വയ്ക്കുക.